ഹലോ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വർക്ക് ഫ്രം ഹോം ജോബ് ഓഫർ ചെയ്തിട്ട് ആളുകളിൽ നിന്ന് പണം തട്ടുന്ന ടീം എന്നെ ബന്ധപ്പെട്ടിരുന്നു. മുന്നേ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ അത് സ്കാമറിൻ്റെ നമ്പർ കാണുന്നതുകൊണ്ട് യൂട്യൂബ് റിമൂവ് ചെയ്തായിരുന്നു. വീണ്ടും ഞാൻ റീപോസ്റ്റ് ചെയ്യുകയാണ്. നമ്മുടെ കമ്പനിയിൽ നിന്ന് നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു പേപ്പറിൽ. വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാൻ ഫുൾ ടൈം പാർട്ട് ടൈം കസ്റ്റമേഴ്സിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിരുന്നത്. അത് കമ്പ്യൂട്ടറൈസ്ഡ് കോളാണ്. ആ നമ്പറിലേക്ക് വിളിക്കുമ്പം എക്സിക്യൂട്ടീവ് തിരിച്ച് കോൺടാക്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ റേഞ്ച് ഇഷ്യൂ ആയിരുന്നു തോന്നുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് കോൾ കണക്റ്റ് ആവുന്നുണ്ടായില്ല, കോൾ പോകുന്നുണ്ടായില്ല. അത് വർക്ക് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് വോയിസ് മെസ്സേജ് അയക്കുന്നത്. വോയിസ് മെസ്സേജ് ഫുള്ളൊന്ന് കേട്ട് നോക്കുക. കേട്ട് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് മെസ്സേജ് ആയാലും ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യണം കേട്ടോ. അവോസസ് എന്നാണ് കമ്പനിയുടെ പേര്, AVOSYS അവോസസ്. ഫുൾ അഡ്രസ്സ് ഞാൻ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓഫീസ് ഇവിടെ എറണാകുളത്താണ്, കടവന്ത്രയിൽ. നമ്മളത് ബാങ്കിൻ്റെ ബാക്ക് ഓഫീസാണ്, അതായത് DSA ഓഫീസാണ്, ഡയറക്റ്റ് സർവീസ് അസോസിയേഷൻ. ഇപ്പം നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് 2 ബാങ്കിൻ്റെ വർക്കാണ് കേട്ടോ. HDFCയുടെയും അതേപോലെ SBIയുടെ വർക്കാണ് ചെയ്യുന്ന സർവീസുകൾ ലോൺ, ക്രെഡിറ്റ് കാർഡ്, പാൻ കാർഡ്, ഇൻഷുറൻസ്, അക്കൗണ്ട് ഓപ്പണിംഗ്, ഇത്രയും സർവീസുകളാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഇപ്പം ലോൺ നമുക്ക് 5 ടൈപ്പ് ലോൺ ഉണ്ട്. ഹൗസിംഗ് ലോൺ, ബിസിനസ് ലോൺ, പേഴ്സണൽ ലോൺ, വെഹിക്കിൾ ലോൺ, യൂസ്ഡ് കാർ ലോൺ. ഈ 5 ടൈപ്പ് ലോൺസ് ആണ്. ഇത്രയും സർവീസുകൾക്ക് വേണ്ടി എൻക്വയറി വന്നിട്ടുള്ളത്, അതായത് ഓൺലൈനായിട്ടും ഡയറക്റ്റായിട്ടും ആവശ്യം എന്ന് പറഞ്ഞാൽ എൻക്വയറി നടത്തിയിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ ലിസ്റ്റ് തരും. അപ്പം നമ്മൾ തരുന്ന ലിസ്റ്റിൽ കസ്റ്റമറിൻ്റെ പേരുണ്ടാവും, ഫോൺ നമ്പർ ഉണ്ടാവും, അവരേത് സർവീസിന് വേണ്ടിയാണ് എൻക്വയറി നടത്തിയെന്നുള്ളത് ഉണ്ടാവും. അപ്പോൾ ആ എൻക്വയറിക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് ഇന്നതൊക്കെയാണെന്നുള്ളത് കറക്റ്റായിട്ട് അവർക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുക എന്നുള്ള സർവീസ് മാത്രമാണ് കേട്ടോ നിങ്ങൾക്ക് വരുന്നുള്ളൂ. വീട്ടിലിരുന്ന് തന്നെ ചെയ്യാവുന്ന ജോബാണ്. പോസ്റ്റ് വരുന്നത് കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവിൻ്റെയാണ്. ഹെൽപ്പ് ലൈൻ സർവീസ് മാത്രമാണ് കേട്ടോ വരുന്നുള്ളൂ. ഇപ്പം കസ്റ്റമറോട് നമ്മൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നൊരു എക്സാമ്പിളായിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ കസ്റ്റമറിനെ വിളിച്ചിട്ട് പറയാം, ഞാനിങ്ങനെ HDFC ബാങ്കിൻ്റെ ബാക്ക് ഓഫീസ് സ്റ്റാഫാണ്, ബാങ്കിൽ നിന്ന് നമ്പർ തന്നതിൻ്റെ ബേസിലാണ് വിളിക്കുന്നത്. സാർ ഇങ്ങനെ ലോണിന് വേണ്ടി അല്ലെങ്കിൽ ഇന്ന സർവീസിന് വേണ്ടി എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം അതിൻ്റെ ഡോക്യുമെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ക്ലാരിഫൈ ചെയ്ത് തരാൻ വേണ്ടി വിളിച്ചതായിരുന്നു. നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് ആവശ്യമുള്ളത്. ഇന്നതാണ് അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ വരുന്നത്. അപ്പം അത്രയും ഡോക്യുമെൻറ്റ്സ് കയ്യിലുണ്ടോ, ഓക്കെ ആണെന്നുള്ളൊരു കൺഫർമേഷൻ വേണ്ടി വിളിച്ചതായിരുന്നു. അപ്പോൾ അത്രയും ഡോക്യുമെൻറ്റ്സ് അറേഞ്ച് ചെയ്ത് വെക്കുമായിരുന്നു എന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 2 or 3 hours ബാങ്കിൽ നിന്ന് വിളിച്ചിട്ട് അതിൻ്റെ ഡിജിറ്റൽ സർവീസ് നിങ്ങൾക്ക് ചെയ്തു തരും. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുമോ, ഡോക്യുമെൻറ്റ്സ് എല്ലാം ഓക്കെ ആണോ എന്നുള്ളത് ചോദിക്കുക. ചിലപ്പോൾ ഇന്നൊരു 10 കസ്റ്റമറിനെ ആയിരിക്കും വിളിക്കാൻ ടൈം കിട്ടുക. ആ 10 കസ്റ്റമറിൽ നിന്ന് ചിലപ്പോൾ ഒരു 7 കസ്റ്റമറിൻ്റെ ആയിരിക്കും ഡോക്യുമെൻറ്റ്സ് ഓക്കെ എന്ന് പറയുന്നത്. അപ്പോൾ വർക്ക് സ്റ്റോപ്പ് ചെയ്യുന്ന ടൈമിൽ ആ കസ്റ്റമറിൻ്റെ പേരും ഫോൺ നമ്പറും ഡോക്യുമെൻറ്റ്സ് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് തന്നാൽ മാത്രം മതി, ഒന്ന് മെസ്സേജ് ചെയ്ത് തന്നാൽ മാത്രം മതി കേട്ടോ. നമ്മൾ അവർ വിളിച്ച് ക്യാൻവാസ് ചെയ്യോ, ലോൺ വേണോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വേണോ, അങ്ങനെ നമ്മൾ വിളിച്ച് ക്യാൻവാസ് ചെയ്യോ, ഫോഴ്സ് ചെയ്യോ, OTP കളക്ട് ചെയ്യോ, ഡോക്യുമെൻ്റ് കളക്ഷനോ അങ്ങനെ യാതൊരു സർവീസോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഹെൽപ്പ് ലൈൻ പോർഷൻ മാത്രമാണ് വരുന്നുള്ളൂ. ഇപ്പം നമ്മളിത് ഓൾ കേരള സർവീസാണ് ചെയ്യുന്നത്. മലയാളി കസ്റ്റമേഴ്സാണ്, സംസാരിക്കുന്ന ലാംഗ്വേജ് മലയാളം മാത്രം മതി കേട്ടോ. ചിലപ്പോൾ ബാക്കി 3 കസ്റ്റമർ പറയും എൻ്റെ കയ്യിൽ അത്രയും ഡോക്യുമെൻറ്റ്സ് ഇപ്പോൾ ഇല്ല, ഞാൻ ഡോക്യുമെൻറ്റ്സ് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ച് വിളിച്ചാൽ മതിയോ എന്നുള്ളത് ചോദിക്കും. അപ്പോൾ അവർ പറയുന്ന ആ ഡേറ്റിൽ നമ്മൾ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വിളിച്ച് നോക്കുക കേട്ടോ. പിന്നെ അവരുടെ ഭാഗത്തുനിന്ന് റെസ്പോൺസ് ഇല്ലയെന്നുണ്ടെങ്കിൽ വിട്ടേക്കുക. നമ്മളവരെ പുറകിൽ നടക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. ഓൾറെഡി എൻക്വയറി ലിസ്റ്റാണ് തരുന്നത്. അപ്പം നിങ്ങൾക്ക് തരുന്ന കസ്റ്റമറുടെ ലിസ്റ്റ് നിങ്ങളുടെ കയ്യിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ലിസ്റ്റ് നമ്മൾ മറ്റുള്ള സ്റ്റാഫിനെ ഫോർവേഡ് ചെയ്യില്ല കേട്ടോ. കാരണം എൻക്വയറി ലിസ്റ്റാണ്. ഒരു സർവീസിൻ്റെ പേരും പറഞ്ഞ് 3-4 സ്റ്റാഫ് വിളിച്ചു കഴിഞ്ഞാൽ അത് ആവശ്യം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ പോലും വേണ്ടാന്ന് വിചാരിക്കും. കാരണം നമ്മുടെ കോൾ ഡിസ്റ്റർബൻസ് കൊണ്ടിട്ട് അവരത് വേണ്ടാന്നുള്ള രീതിയിൽ സംസാരിക്കും. അങ്ങനെ നമ്മൾ ചെയ്യില്ല. നിങ്ങൾക്ക് തരുന്ന കസ്റ്റമറുടെ ലിസ്റ്റ് നിങ്ങളുടെ കയ്യിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ലിസ്റ്റ് നമ്മൾ മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യില്ല. അതേപോലെ നമ്മൾ തരുന്ന ലിസ്റ്റ് കൂടാതെ ഇപ്പം നിങ്ങളുടെ കെയർ ഓഫിലും ഇത്രയും സർവീസിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ വീടിനടുത്ത് ആർക്കെങ്കിലും ഇതേപോലെ സർവീസിലൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം. നമ്മളിത് ഓൾ കേരള വർക്കാണ് ചെയ്യുന്നത്. ഇപ്പം കസ്റ്റമേഴ്സ് ഏത് ഏരിയയിലാണെന്നുണ്ടെങ്കിലും ഇഷ്യൂ ഇല്ല. അവരുടെ പിൻകോഡിൻ്റെ ബേസുള്ള ബ്രാഞ്ചിൽ നിന്നായിരിക്കും അവർക്ക് ഈ സർവീസ് കാര്യങ്ങളെല്ലാം ആക്ടിവേഷൻ ആവുക. പിന്നെ അത് കൂടാതെ ഇപ്പോൾ OLX, ഇൻസ്റ്റ, അതേപോലെ വാട്സപ്പ് സ്റ്റാറ്റസിൽ
ഫേസ്ബുക്കിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ആഡ് പോസ്റ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ ഇന്ന ബാങ്കിൻ്റെ ഇന്ന സർവീസുകൾ ചെയ്യുന്നുണ്ട്, ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് കോൺടാക്ട് ചെയ്യുന്ന ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പോസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഓഫീസിൽ തന്നെ തരുന്നുണ്ട്. ഇങ്ങനെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ രീതിയിൽ നിങ്ങൾക്ക് ഒരുപാട് എൻക്വയറീസ് കിട്ടും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കസ്റ്റമേഴ്സിന് ഏൺ ചെയ്യാം കേട്ടോ. അപ്പം നമുക്കിത് വീട്ടിലിരുന്ന് ചെയ്യുന്ന ജോബാണ്, അങ്ങനെ ടൈം ലിമിറ്റോ ടാർഗറ്റോ ആയിട്ടൊന്നും വരുന്നില്ല. ഇപ്പോൾ ബാങ്കിൽ നിന്ന് കസ്റ്റമേഴ്സിനോട് ടൈം പറഞ്ഞേക്കുന്നത് മോർണിംഗ് 8 to ഈവനിങ് 8 o'clock കോള് വരും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ഏത് ടൈമിൽ വേണമെങ്കിലും നമുക്ക് കസ്റ്റമേഴ്സിനെ വിളിക്കാം. കണ്ടിന്യൂസ്ലി ഇത്ര ടൈം തൊട്ട് ഇത്ര ടൈം വരെ ചെയ്യണം എന്നങ്ങനെ ടൈം ലിമിറ്റോ അല്ലെങ്കിൽ ടാർഗറ്റ് ആയിട്ടൊന്നും വരുന്നില്ല. ഡെയിലി ചെയ്യുന്ന വർക്കുകളുടെ അപ്ഡേഷൻസ് നമുക്ക് ഡെയിലി ഒന്ന് ഷെയർ ചെയ്ത് തന്നാൽ മാത്രം മതി. പിന്നെ നമുക്കത് ക്വാളിഫിക്കേഷനിലോ അല്ലെങ്കിൽ ഏജിലൊന്നും ഇഷ്യൂ വരുന്നില്ല. കസ്റ്റമറോട് സംസാരിക്കാൻ ആ ഒരു സ്മാർട്ട്നെസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്ന ജോബാണ് കേട്ടോ. മലയാളി കസ്റ്റമേഴ്സാണ് നമ്മൾ കോൾക്കെല്ലാം വർക്ക് ചെയ്യുന്നത്. പിന്നെ വീട്ടിലിരുന്ന് ചെയ്യുന്ന ജോബ് ആയതുകൊണ്ട് നമ്മളിത് ഫിക്സഡ് സാലറി ആയിട്ടല്ല കമ്മീഷൻ ബേസ്ഡ് ആണ് കേട്ടോ തരുന്നത്. ഇപ്പം കമ്മീഷൻ എമൗണ്ട് ലോൺ ആണെന്നുണ്ടെങ്കിൽ പെർ ലാക്കിന് 1000 rupees വെച്ചിട്ടാണ് കമ്മീഷൻ എമൗണ്ട് വരുന്നത്. 1,00,000-ന് 1000 രൂപ വെച്ചിട്ടാണ് കമ്മീഷൻ എമൗണ്ട് വരുന്നത്. അപ്പം നമ്മൾ തരുന്ന ലിസ്റ്റിൽ കൂടുതലും 5 lakhs തൊട്ട് എൻക്വയറി വരുന്ന കസ്റ്റമേഴ്സിൻ്റെയാണ്. അപ്പം നമുക്ക് 1 lakh തൊട്ട് ലോൺ കൊടുക്കുന്നുണ്ട്. ലോൺ എമൗണ്ടിൻ്റെ 1% ആയിരിക്കും കമ്മീഷൻ എമൗണ്ട് വരും. പെർ ലാക്കിന് 1000 rupees ആയിരിക്കും. ക്രെഡിറ്റ് കാർഡ് ആകുമ്പോൾ 2000, പാൻ കാർഡ് ആകുമ്പോൾ 100 രൂപ, ഇൻഷുറൻസ് ആകുമ്പോൾ സം അഷ്വേർഡിൻ്റെ 1%, അക്കൗണ്ട് ഓപ്പണിംഗ് ഉണ്ട്. സീറോ ബാലൻസ് അക്കൗണ്ട് ആകുമ്പോൾ 200 രൂപ, മിനിമം ബാലൻസ് ആണെന്നുണ്ടെങ്കിൽ 250 രൂപ തൊട്ട് സ്റ്റാർട്ടിങ്ങിൽ വരുന്നുണ്ട് കേട്ടോ. അത് ലോൺ ഒഴിച്ച് ബാക്കി എല്ലാ സർവീസുകളുടെയും നമ്മൾ വീക്ക്ലി പേയ്മെൻറ്റ് കൊടുക്കുന്നത്. എല്ലാ സാറ്റർഡേസിലും കമ്മീഷൻ എമൗണ്ട് തരും. ലോണിൻ്റെ മാത്രം ലോൺ അപ്രൂവൽ ആവുന്ന ഡേറ്റിലായിരിക്കും വരിക കേട്ടോ. ഇപ്പം നമ്മളായാലും ഇത് 13 years ആയിട്ട് റണ്ണിങ് ഉള്ള കമ്പനിയാണ്, 13 കൊല്ലമായിട്ട് റണ്ണിങ് ഉള്ള കമ്പനിയാണ്. ഇപ്പം നോർമലി നമ്മളൊരു 100 കസ്റ്റമർ കോൺടാക്ട് ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിലെങ്ങനെയായാലും ഒരു 60-65 ആക്ടിവേഷൻസ് നടക്കുന്നുണ്ട്. ഇപ്പം കസ്റ്റമറിന് ഈ സർവീസ് ആക്ടിവേഷൻ ആവുന്നതനുസരിച്ചാണ് നമ്മുടെ കമ്പനിക്കും ബെനിഫിറ്റ് വരിക. ഇപ്പം നിങ്ങൾ ചെയ്യുന്ന അനുസരിച്ച് വീക്ക്ലി നല്ല രീതിയിൽ കമ്മീഷൻ ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളത് 100% അഷ്വറൻസ് ആണ് കേട്ടോ. ഇപ്പം കസ്റ്റമേഴ്സിൻ്റെ ലിസ്റ്റ് അൺലിമിറ്റഡ് ആണ്, ഓഫീസിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യും. ലിസ്റ്റ് തീരുന്നതനുസരിച്ച് ഇൻഫോം ചെയ്താൽ മതി കേട്ടോ. ഇപ്പം ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളിത് ഓൾ കേരള കസ്റ്റമേഴ്സിനെ എടുക്കുന്നുണ്ട്. പറ്റിയ ടൈം നമുക്ക് എല്ലാവരും വിളിച്ചിട്ട് അങ്ങനെ ട്രെയിനിങ് ആയിട്ട് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഈ ട്രെയിനിങ് അടങ്ങുന്ന ചെറിയൊരു ബുക്ക്ലെറ്റ്, അതേപോലെ കുറച്ച് ബ്രൗഷേഴ്സ് കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് പോസ്റ്റ് വഴി വീട്ടിലേക്ക് അയച്ചു തരാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ അയച്ചു തരുന്ന ട്രെയിനിങ് ഡോക്യുമെൻറ്റ്സിൽ ഫുൾ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. നമ്മൾ എങ്ങനെയാണ് കസ്റ്റമറോട് സംസാരിക്കേണ്ടതെന്നുള്ളതിൻ്റെ സ്ക്രിപ്റ്റും അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഓരോ സർവീസിന് വേണ്ട എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണെന്നുള്ളതെല്ലാം കറക്റ്റായിട്ട് അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ടേ. ഇപ്പം കസ്റ്റമേഴ്സ് ആയാലും ബേസിക് ആയിട്ട് നമ്മളോട് എന്ത് ഡൗട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും പറഞ്ഞു കൊടുക്കാനുള്ള ഫുൾ ഡീറ്റെയിൽസ് അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വായിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും. അത് നോക്കിയിട്ട് തന്നെ നമുക്ക് അവർക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഡോക്യുമെൻറ്റ്സ് കയ്യിൽ കിട്ടിയതിന് ശേഷം ആയാലും വായിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും സപ്പോർട്ടോ കാര്യങ്ങളൊക്കെ വേണം എന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. മറ്റു കസ്റ്റമേഴ്സിൻ്റെ കോൾ റെക്കോർഡ്സും ഓൺലൈൻ ട്രെയിനിങ്ങും മാക്സിമം സപ്പോർട്ട് കാര്യങ്ങളെല്ലാം ചെയ്തു തരും. അപ്പോൾ ചെയ്യാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ട്രെയിനിങ് ഡോക്യുമെൻറ്റ്സ് അയച്ചു തരാനുള്ള പോസ്റ്റൽ അഡ്രസ്സ് എനിക്കൊന്ന് ഷെയർ ചെയ്ത് തരേണ്ടി വരും. അഡ്രസ്സ് അയച്ചു തരുവാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 2 or 3 ഡേയ്സിനുള്ളിൽ ഡോക്യുമെൻറ്റ്സ് കയ്യിൽ കിട്ടും. കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ അന്നോട്ടോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ തൊട്ട് തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അധികം ഡിലേ കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് വൺ ടൈം ഒരു ചാർജ് ഉണ്ട്. നമുക്ക് 750 മാത്രമാണ് പേയ്മെൻ്റ് ആയിട്ട് വരുന്നുള്ളൂ. അത് വൺ ടൈം പേയ്മെൻ്റ് ആണ്, വേറെ ചാർജസോ കാര്യങ്ങളൊന്നുമില്ല. ലൈഫ് ലോങ് നിങ്ങൾക്ക് ഫ്രീ സർവീസ് ആണ്. പിന്നെ നമുക്ക് ഈ 750-ൽ 150 നമുക്ക് രജിസ്ട്രേഷൻ പേയ്മെൻ്റ് ആയിട്ട് വരുന്ന പേയ്മെൻ്റ് ആണ്. അപ്പോൾ ID കാർഡെല്ലാം തരുന്നുണ്ട്. ഇപ്പം നമ്മൾ തരുന്നതും ഓൾറെഡി എൻക്വയറി ലിസ്റ്റ് ആണ്, അതായത് ആവശ്യം എന്ന് പറഞ്ഞ എൻക്വയറി നടത്തിയിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ ലിസ്റ്റാണ് തരുന്നത്. അപ്പം നമ്മളായാലും പെട്ടെന്ന് ഈ കസ്റ്റമറിനെ വിളിച്ചിട്ട് ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് പറയുമ്പോൾ അവർക്കും ചെറിയൊരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാവും. കാരണം ഇപ്പോൾ ബാങ്കിൻ്റെ പേരും പറഞ്ഞ് ഒരുപാട് ഓൺലൈൻ ഫ്രോഡ് കോൾസ് ഒക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ID കാർഡെല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഓൾ കേരള രജിസ്ട്രേഷനുള്ള ID ആണേ. ഇപ്പം നമ്മൾ തരുന്ന കസ്റ്റമേഴ്സിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവരെന്തെങ്കിലും ഡൗട്ടായിട്ട് നമ്മളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പിൽ നമ്മുടെ ID ഷെയർ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ വാട്സപ്പിൽ നമുക്ക് DP ആയിട്ടാലും യൂസ് ചെയ്യാം. അപ്പം കസ്റ്റമേഴ്സിന് വേറെ ഡൗട്ട്സോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതേപോലെ ഓഫർ ലെറ്റർ തരുന്നുണ്ട്. ഇന്ന ഡേറ്റ് തൊട്ട് ബാങ്കിങ് സപ്പോർട്ടിങ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഓഫർ ലെറ്റർ തരുന്നുണ്ട്. അതേപോലെ നമ്മുടെ കമ്പനിയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്, ബാക്ക് വർക്കർ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഇപ്പം നിങ്ങൾ ചെയ്യുന്ന വർക്കുകളുടെ ആയാലും ഫുൾ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്കതിൽ അറിയാം കേട്ടോ. അപ്പോൾ വീക്കിലി ഏതൊക്കെ കസ്റ്റമറിൻ്റെയാണ്, വീക്കിലി എത്രയാണ് കമ്മീഷൻ എമൗണ്ട് കിട്ടുക, അതേപോലെ ലോണിൻ്റെ കസ്റ്റമറിൻ്റെ ലോൺ അപ്രൂവൽ ആയോ ഇല്ല എന്നുള്ളതും, എത്ര എമൗണ്ടാണ് അപ്രൂവൽ ആയിരിക്കുന്നത്, അപ്രൂവൽ ഡേറ്റ്, അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ആപ്ലിക്കേഷൻ ത്രൂ അറിയാം കേട്ടോ.
വീക്ക്ലി അതൊക്കെ കസ്റ്റമറിന് കമ്മീഷൻ എമൗണ്ട് കിട്ടുക, ഓരോ കസ്റ്റമേഴ്സിൻ്റെ അപ്ഡേഷൻസും നമുക്ക് ആപ്ലിക്കേഷൻ ത്രൂ അറിയാൻ പറ്റും. ഐ ഡി രജിസ്ട്രേഷനും മൊബൈൽ ആപ്ലിക്കേഷനെയും മാത്രമാണ് നമുക്ക് ആ പേയ്മെൻറ്റ് രജിസ്ട്രേഷൻ പേയ്മെൻ്റ് ആയിട്ട് 150 വരുന്നത്. 600 റുപ്പീസ് നിങ്ങൾക്ക് റീഫണ്ടബിൾ ഉള്ള പേയ്മെൻ്റ് ആണ് കേട്ടോ. അത് നിങ്ങളുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാനുള്ള ലോഗിൻ ഐ ഡി പാസ്വേഡ് കിട്ടും. അതിൽ വാലറ്റിൽ നിങ്ങൾക്ക് റീഫണ്ടബിൾ ആയിട്ടുള്ള 600 റുപ്പീസ് അവൈലബിൾ ആണ്. നിങ്ങൾ വീക്ക്ലി നിങ്ങളുടെ കമ്മീഷൻ ഏൺ ചെയ്യുമല്ലോ. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ ഡോക്യുമെന്റ്സ് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ആ വീക്കിലി നമ്മൾ കമ്മീഷൻ ഏൺ ചെയ്യുമല്ലോ. ആ കമ്മീഷന് കൂടെ തന്നെ നമുക്കത് വാലറ്റിലൂടെ ഗൂഗിൾ പേ വഴി വിഡ്രോ ചെയ്തെടുക്കാവുന്ന പേയ്മെന്റ് ആണ് കേട്ടോ. ഞാൻ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലാണുള്ളത്. ബിസിനസ് സർവീസിൽ ഞാൻ ജോയിൻ ചെയ്തിട്ട് വളരെ കുറച്ച് ദിവസങ്ങളായതേ ഉള്ളൂ. എങ്കിലും ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം, പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ റെയർ ആയിരിക്കും. കാരണം ബാക്കിയുള്ള കമ്പനീസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ ടാർഗറ്റ്സ് ഉണ്ട്, അച്ചീവ്മെൻറ്റ്സ് ഉണ്ട്, മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് നമ്മളെ അടിച്ചേൽപ്പിക്കുകയുള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ നമ്മുടെ സമയത്തിന് ഫ്രീ ആയിട്ടിരുന്ന് നമ്മൾ വർക്ക് ചെയ്യുന്നു. നമുക്ക് എപ്പോഴാണോ ഫ്രീ ടൈം കിട്ടുന്നത് അപ്പം നമ്മൾ വർക്ക് ചെയ്താൽ മതി. നമ്മൾ വർക്ക് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഏൺ ചെയ്യാനും പറ്റും. അതാണ് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യം ഇവിടുത്തെ. പിന്നെ അത് മാത്രമല്ല, ഇവിടുത്തെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ്സ് ആയിട്ട് വളരെ കംഫർട്ടായിട്ടുള്ള ടോക്കിങ്സ് ആണ്. എനിക്കത് വളരെ നല്ല പ്രചോദനമാണ് തരുന്നത്. ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത വർക്ക് ചെയ്യാനുള്ള ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് അവർ തരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അവോസിസിനെ കുറിച്ച് പറയാനുള്ളത്, നല്ലൊരു കമ്പനിയാണ്, വളരെ ഫ്രണ്ട്ലി ആണ്, ഭയങ്കര ഫ്രീ ആണ്, വളരെ കംഫർട്ടാണ്. സ്ഥലം ഡെയിലി ഞാനൊരു 2 മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം ആണ് ഉപയോഗിക്കുന്നത്. റെഗുലറായിട്ട് ആൾക്കാരെ വിളിക്കുകയും അവരിൽ നിന്ന് തരുന്ന ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുകയും, അല്ലെങ്കിൽ എന്നാണ് അടുത്ത കോൺടാക്ട് ചെയ്യുന്ന ഡേറ്റ് അവർ പറയുന്ന ആ ഡേറ്റിൽ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്താൽ കൃത്യമായിട്ട് നമുക്ക് ലീഡ്സ് ജനറേറ്റ് ചെയ്യാം. ഡെയിലി ഞാനൊരു 2 മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം ആണ് ഉപയോഗിക്കുന്നത്. റെഗുലറായിട്ട് ആൾക്കാരെ വിളിക്കുകയും അവരിൽ നിന്ന് തരുന്ന ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുകയും, അല്ലെങ്കിൽ എന്നാണ് അടുത്ത കോൺടാക്ട് ചെയ്യുന്ന ഡേറ്റ് അവർ പറയുന്ന ആ ഡേറ്റിൽ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്താൽ കൃത്യമായിട്ട് നമുക്ക് ലീഡ്സ് ജനറേറ്റ് ചെയ്യാം. എത്ര വിദഗ്ധമായിട്ടാണ് അവരെ നമ്മൾ കൺവിൻസ് ചെയ്യുന്നത് നോക്കിക്കേ. നമ്മുടെ സുഹൃത്തുക്കൾക്ക് അവർ വഴി നമുക്ക് പണം സമ്പാദിക്കാൻ കഴിയും. പിന്നെ നമ്മൾ ട്രെയിനിങ് മെറ്റീരിയലിന് വേണ്ടി ചിലവാക്കുന്ന പൈസയുടെ ഒരു ഭാഗം നമുക്ക് ഉടനെ റീഫണ്ട് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്തോ അതിൽ വീഴാനുള്ള ഒരു സാധ്യത തോന്നും. വളരെ വൃത്തിയായിട്ടുള്ള സംസാരമൊക്കെ നടത്തിയിട്ട് ആളുകൾ പെട്ടെന്ന് തട്ടിപ്പ് എത്രയോ ആളുകൾ വീണിട്ടുണ്ടാവും. ഏകദേശം 1 വർഷത്തിന് മുന്നേ എനിക്കിതുപോലെ കോൾ വന്നിരുന്നു. അന്ന് ഞാൻ അവരോട് ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ അവർ പിന്നെ രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഏതായാലും ഞാൻ അവരുടെ കമ്പനീൻ്റെ ID കാർഡ് ചോദിച്ചതോട് കൂടെ അവർ മെസ്സേജൊക്കെ ഡിലീറ്റ് ആക്കിയിട്ട് പോകുന്ന ഒരു ദയനീയമായ കാഴ്ചയാണ് കാണാൻ സാധിച്ചത്.